ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുട്ട മസാലയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഫസ്റ്റ് തക്കാളി ഉള്ളി മുറിച്ചിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ല പാങ്ങനെ കുത്തിക്കൊടുക്കുക. ഉമ്മക്ക് പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഓരോന്ന് ഉമ്മയാക്കി തരുന്ന എനിക്ക് അറിയുന്നുണ്ട്. പിന്നെ ആ ചട്ടിക്ക് എണ്ണയെല്ലാം ഒഴിച്ച് നല്ല പാങ്ങനെ അതിട്ട് കൊടുക്കുക, കുത്തിച്ചതച്ചത്. പിന്നെ കച്ചപ്പെല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം ഇതാക്കിയ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിടുക, 2 സ്പൂൺ ഉപ്പിടുക ഗായ്സ്. എന്നിട്ട് ഇതാക്കുക. എന്നിട്ട് അത് കുറച്ച് സമയം ചൂടാവും. എന്നിട്ട് മൂടിടുക. മൂട് കുറച്ച് സമയം ഇട്ടിട്ട് വെളുത്തുറക്കുക. അപ്പോൾ ഈ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ടാവും ഗായ്സ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഗായ്സ്. എന്നിട്ട് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല ഇടുക. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടിയാണ് ഗായ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടത്. കുരുമുളക് പൊടി അങ്ങനെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം അങ്ങനെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം മിക്സാക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടിടുക. മുളക് പൊടിയാണ് കഴിച്ചെടുത്തിരുന്നത്. എന്നിട്ട് അങ്ങനെ മൂടിടുക. മുളക് പൊടി 2 സ്പൂണാണ്. പാല് മിക്സാക്കി കൊടുത്തിട്ട് മൂടിട്ടിട്ട് വെക്കുക. നല്ല പാങ്ങനെ മൂടിട്ടിട്ട് വെക്കുക. കുറച്ച് സമയം മൂടിട്ടിട്ട് വെക്കുക. അങ്ങനെ മൂടിട്ടിട്ട് തീ നന്നായി കുറച്ചൊക്കെ ഇടുക. പിന്നെ മുട്ട മുറിക്കുന്നുണ്ട്. 2 ഭാഗമായിട്ട് നമ്മൾ മുട്ട മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ മുട്ട മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. ഇങ്ങനെ എല്ലാം എത്ര മുട്ട എടുത്തിട്ട് അത്രയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ മുട്ട മസാല ട്രൈ ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരെങ്കിൽ എല്ലാ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അടുത്തുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.